തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിനെ ചൊല്ലി വട്ടിയൂർക്കാവിൽ അരങ്ങേറിയ ബി.ജെ.പിയുടെ അക്രമ സമരവും അതിനിടയിൽ നേതാക്കളുടെ മുഖത്ത് നോക്കി ഒരു വയോധിക നടത്തിയ ധീരമായ പ്രതികരണവുമാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലെ പ്രധാന ചർച്ചാ വിഷയം. വധശ്രമ കേസിലും കാപ്പ നിയമപ്രകാരവും പോലീസ് പിടികൂടിയ ഒരു ക്രിമിനൽ പ്രതിയെ വെള്ളപൂശാൻ വേണ്ടി പൊതുജനങ്ങളെ വിഡ്ഢികളാക്കി ബി.ജെ.പി നടത്തിയ തെരുവ് നാടകത്തിന് സാധാരണക്കാരായ ജനങ്ങൾ നൽകിയ ശക്തമായ തിരിച്ചടിയാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ കണ്ടത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ പൂർണ്ണമായും ഉപരോധിച്ച് ബി.ജെ.പി നേതാവ് കരമന അജിത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയാത്രക്കാരിയായ സരസ്വതി അമ്മ വേദിക്കരികിലേക്ക് ധീരമായി കടന്നു വന്നത്. വഴിയടച്ച് സമരം ചെയ്യുന്നത് എന്തിനാണെന്നും വഴി തടഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ പോകാൻ സാധിക്കുമെന്നും അമ്മ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ ബി.ജെ.പി നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പ്രസംഗം തടസ്സപ്പെട്ടതോടെ ആ വയോധികയെ അവിടെ നിന്നും ബലം പ്രയോഗിച്ചു മാറ്റാൻ കരമന അജിത്ത് അണികൾക്ക് നിർദ്ദേശം കൊടുത്തെങ്കിലും മാധ്യമങ്ങളും നാട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടതോടെ ബി.ജെ.പി കൗൺസിലർമാരുടെ അനുനയ നീക്കങ്ങളൊന്നും വിലപ്പോയില്ല. ഒടുവിൽ ജനരോഷം ഭയന്ന് പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിച്ച് നാണം കെട്ട് സമരം പിൻവലിച്ച് ബി.ജെ.പി നേതാക്കൾക്ക് സ്ഥലം വിടേണ്ടി വന്നു. വധശ്രമ കേസിൽ 1 മാസത്തിലേറെയായി ഒളിവിലായിരുന്ന വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതനെ അറസ്റ്റ് ചെയ്തതിലുള്ള ബി.ജെ.പിയുടെ കാട്ടിക്കൂട്ടലുകൾ തരം താണതാണെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് വട്ടിയൂർക്കാവ് പോലീസ് സുഗതനെ സാഹസികമായി പിടികൂടിയത്. ഒളിവിൽ കഴിഞ്ഞ രാത്രി വീട്ടിലെത്തിയ സുഗതനെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ പോലീസിനെ ആക്രമിക്കാൻ തുനിഞ്ഞ ക്രിമിനലിനെ കീഴടക്കാൻ വട്ടിയൂർക്കാവ് SHOയ്ക്ക് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വരെ വന്നു. ഇത്തരമൊരു കുപ്രസിദ്ധ കുറ്റവാളിയെ പോലീസ് പിടിച്ചതിനാണ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ബി.ജെ.പി തെരുവിൽ അഴിഞ്ഞാടിയത്. സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണെന്ന വിവരം പോലീസ് അറിയിച്ചില്ലെന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ വാദങ്ങൾ എത്രത്തോളം അവിശ്വസനീയവും കള്ളവുമാണെന്ന് തെളിയിക്കുന്ന പോലീസ് രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. 2023-ലും 2025-ലും കാപ്പ നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെടുകയും നാടുകടത്തൽ നടപടികൾ നേരിടുകയും ചെയ്ത ഒരു സ്ഥിരം കുറ്റവാളിയെയാണ് 7 ക്രിമിനൽ കേസുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ബി.ജെ.പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്. 2019 മുതൽ 2026 വരെ 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ സുഗതന്റെ പേരിലുള്ള ക്രിമിനൽ റെക്കോർഡ് ഭയപ്പെടുത്തുന്നതാണ്. 2019-ൽ കല്ലുകൊണ്ട് ഒരാളുടെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, 2023-ൽ വീട് അതിക്രമിച്ചു കയറി വാഹനങ്ങൾ തകർത്ത കേസ്, ഭർത്താവിനോടുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസ്, 2025 മാർച്ചിൽ യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസ്, സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തുകയും ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസ്, കൂടാതെ വി.കെ. പ്രശാന്തിന്റെ പരാതിയിൽ ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഉദ്ഘാടനം തടസ്സപ്പെടുത്തിയ കേസ് എന്നിങ്ങനെ നീളുന്നു. അത് ഇത്രയും പോരാഞ്ഞിട്ടാണ് കൗൺസിലറായി ജയിച്ച് 3 മാസം തികയും മുൻപ് വെള്ളക്കാട് ക്ഷേത്രോത്സവത്തിനിടെ ആളുമാറി ഒരു നിരപരാധിയായ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ നോക്കിയത്. മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി വരെ തള്ളിയിട്ടും ഒളിവിൽ പോയ സുഗതനെതിരെ 3ാമതും കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ വെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടതിനു പിന്നാലെയാണ് ഇയാൾ പിടിയിലാക്കുന്നത്. ഇത്രയും ഭീകരനായ ഒരു ക്രിമിനൽ ജനപ്രതിനിധിയെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ വഴിതടഞ്ഞ ബി.ജെ.പിയുടെ അഴുക്കുചാൽ രാഷ്ട്രീയത്തിന് സരസ്വതി അമ്മയിലൂടെ ജനങ്ങൾ നൽകിയ ഈ കനത്ത പ്രഹരം ബി.ജെ.പി നേതൃത്വത്തിനുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്.